ഭക്ഷണം കഴിക്കാം. അല്ല, ഞങ്ങളിപ്പോ വന്നിട്ട് 2 ദിവസമായല്ലോ. ഇതുവരെ ചേച്ചിന്റെ മക്കളെ കണ്ടില്ലല്ലോ. അത് നിങ്ങൾ വന്നന്ന് രാത്രിയാ എന്റെ വില്ലേജന്റെ മോനൊരു ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ കോള് വന്ന്. ഇവരെല്ലാം ഭയങ്കര കൂട്ടാണ്. അതുകൊണ്ട് ഇവങ്ങൾ രണ്ട് രാത്രി തന്നെ വണ്ടി കയറി അങ്ങ് പോയി. ഓ, എന്നിട്ട് ആൾക്കെങ്ങനുണ്ട്? ആ, അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. കാലിന് ചെറിയൊരു പൊട്ടലുണ്ട്. അവര് രണ്ടും ഉച്ചയാകുമ്പത്തേനും തിരിച്ചു വരുന്ന പറഞ്ഞത്. എന്നാ ഭക്ഷണം മതി ചേച്ചി, ഞങ്ങളെന്നാ പുറത്തേക്കൊന്ന് ഇറങ്ങട്ടെ. അല്ല, ഇന്നെങ്ങോട്ടാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ? ഓ, വേറെ എങ്ങോട്ട്? നിന്റെ കഥ പറഞ്ഞിരുന്ന ആളെ കാണാൻ തന്നെ. ഫസ്റ്റ് സ്റ്റോപ്പ് ആമ്പൽക്കുളം. എവിടെ ആളെവിടെ? അവള് ഇവിടെ തന്നെ നിക്കാറ്. ഇനി വന്നില്ലേ? അതിന് നീ സമയം പറഞ്ഞായിരുന്നു, ഇന്ന സമയത്ത് വരാൻ. അത് ശരിയാ, അത് ഞാനങ്ങ് മറന്നുപോയി. ഒരു കുറച്ചു നേരം കൂടെ നിന്ന് നോക്കാം. ഇന്നലെ ഈ സമയത്തോട് വന്നു. എന്തുവായത്? കുറച്ചു നേരം ആയല്ലോ. ഇനി ആ കൊച്ചു ഉള്ളിൽ വല്ലതും ഉണ്ടോ? ശരിയാ, ചിലപ്പോ ഉള്ളിലുണ്ടാവും. നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. അഭി, കുറെ നേരം ആയല്ലോ ഇത്. നമുക്ക് പോയാലോ? ആ, അവിടെ പോവാം. ആഹാ, രണ്ടാളും ഒന്ന് എത്തിയോ? കയറി വാ, എന്റെ മക്കളും വന്നിട്ടുണ്ട്. ഹായ്, വന്നിട്ട് 2 ദിവസമായില്ലേ? ഞാൻ കാർത്തിക്, ഇത് കാർത്തിക. ഞങ്ങൾ ഇപ്പൊ വന്ന് കയറേ ഉള്ളൂ. മതി മതി, ഇനി ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കി പരിചയപ്പെടാം. എന്താണ് ആലോചിച്ചിങ്ങനെ നടത്തുന്നേ? അതൊന്നുമില്ലടാ, ഞാന് ഒന്ന് പുറത്തു പോയിട്ട് വരാം. പുറത്തോ? പുറത്തെങ്ങോട്ടേക്കാ? അത് ഞാൻ ആ കുളം ഒന്നുകൂടെ കണ്ടിട്ട് വരാം. ചെല്ല്. എന്തായാലും നീ ഇറങ്ങുമല്ലേ? ഞാനിവിടെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്തിനാ? ഞാൻ ആ കട വരെ ഒന്ന് പോയിട്ട് വരാം. ഹായ്, രണ്ടാളും എങ്ങോട്ടേക്കാ ഈ സമയത്ത്? അത് പിന്നെ കാർത്തി, ഇവൻ ആ കുളത്തിന് അങ്ങോട്ടേക്കാ. ഞാൻ ആ കട വരെ ഒന്ന് പോയിട്ട് വരാന്ന് കരുതി. വെറുതെ ഇവിടെ ഇരിക്കുവല്ലേ. ആഹാ, എന്താ ടൈമിങ്! ഞാനും കടയിലേക്ക് ഇറങ്ങാനിരിക്കുവായിരുന്നു. എന്നാ ഏട്ടൻ വാ, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. അപ്പൊ ശരി അഭിയേട്ടാ. ആഹാ, ഇയാളിവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് ഞാൻ രാവിലെ വന്നപ്പോ കണ്ടില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് രാവിലെ എന്തോ വരാത്തെ? ഞാൻ ഇവിടെ ഇറങ്ങി നോക്കിയായിരുന്നല്ലോ. അതിന് ഇയാൾ ഒറ്റയ്ക്കല്ലല്ലോ വന്നേ, കൂടെ ആരോ ഉണ്ടായിരുന്നല്ലോ. ആ, അവനോ? അതാ എന്റെ ഫ്രണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ? ആരാണെങ്കിലും എന്നെ കാണാൻ വരുമ്പോ തനിച്ച് വന്നാൽ മതി. വേറെ ആരും കൊണ്ടുവരുന്ന എനിക്ക് ഇഷ്ടമല്ല. അതെന്താടോ അങ്ങനെ? അതങ്ങനെയാ, ബുദ്ധിമുട്ടാണെങ്കിൽ വരണമെന്നില്ല. ഷെടാ, ഇയാള് ചൂടാകാതെ. ശരി, ഇനി ആരെ കൊണ്ടുവരുന്നില്ല, പോരെ? എന്തായാലും ഇത്രയും ടൈമായില്ലേ, ഇനിയിപ്പോ ഇന്ന് കഥ പറച്ചിലൊന്നും വേണ്ട. ബാ, ഇയാളെ ഞാൻ കൊണ്ടാക്കാം.
വേണ്ട, കൊണ്ടാക്കൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം. ഇരുട്ടാവാനായില്ലേ, ഞാൻ കൊണ്ടാക്കാടോ. വേണ്ട, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. ആ ശരി, ഓക്കെ. ഈ കാട്ടിന്ന് മാറിയിട്ട് ആ റോഡ് വരെയെങ്കിലും ആക്കി തരാലോ. വാ, നടക്ക്. എന്തായാലും നമ്മൾ രണ്ടാളും നടക്കുമല്ലേ, അവിടെ എത്തുന്നവരെ ഇയാള് കഥ പറ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ധാത്രിന്റെ ഇല്ലത്ത് ഒരു വലിയ പ്രശ്നമുണ്ടായി. അന്ന് നാട്ടിൽ ഉത്സവത്തിന്റെ ദിവസമായിരുന്നു. ഇല്ലത്തുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് പോയേക്കുമായിരുന്നു. ദക്ഷിണയ്ക്ക് 3 മാസം ആയതുകൊണ്ട് അവള് വീട്ടിലുണ്ടായിരുന്നു, കൂടെ ധാത്രിയും. അന്ന് രാത്രി കുടിച്ച് ബോധമില്ലാണ്ട് വന്നിട്ട് ദക്ഷിണയുടെ ഭർത്താവ് ധാത്രിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി. ഇത് കണ്ടോണ്ട് വന്ന ദക്ഷിണ അയാളെ എതിർക്കാൻ നോക്കി. അവസാനം ആ വഴക്കില് ദക്ഷിണ തെറിച്ചു വീണ് തലയിടിച്ച് ബോധം പോയി. ഇതെല്ലാം കണ്ടോണ്ടാ അന്ന് ഇല്ലത്തെ കാർന്നവന്മാരങ്ങോട്ട് കയറി വരുന്നത്. ചോരയിൽ കിടക്കുന്ന ദക്ഷിണേനെയും പിടിച്ചുകൊണ്ട് അയാൾ അവിടെ ഇരുന്ന് ഒരുപാട് നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. ധാത്രി വിളിച്ചിട്ടാണ് അയാൾ അങ്ങോട്ട് വന്നതെന്നും അവർ തമ്മിൽ മോശമായ ബന്ധമുണ്ടെന്നും അത് ദക്ഷിണ അറിഞ്ഞപ്പോ ധാത്രി തന്നെ അവളെ കൊല്ലാൻ നോക്കിയെന്നും അങ്ങനെ ഓരോന്നോരോന്ന്. അന്ന് സത്യം പറഞ്ഞ ധാത്രിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. മുത്തശ്ശൻ മരിച്ചിട്ട് അധികമായിട്ടില്ലായിരുന്നു. പിന്നെ ഒരു പെണ്ണിന്റെ വാക്കിന് എന്താന്ന് വില. എല്ലാവരും ദക്ഷിണയുടെ ഭർത്താവിന്റെ സ്ഥാനം ചേർന്നു. ധാത്രിനെ ഒരുപാട് വാക്കുകൊണ്ട് ഒരുപാട് ദ്രോഹിച്ചു. എന്തെങ്കിലും കാരണം കണ്ട് ധാത്രിനെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി കാത്തിരുന്നവർക്ക് അതൊരു കാരണമായി. എല്ലാവരും ചേർന്ന് അവളെ ഒറ്റപ്പെടുത്തി. പെട്ടെന്നാ അങ്ങോട്ട് വിശ്വനാഥൻ കയറി വന്നത്. അല്ലടോ, ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു, ഇയാളെന്താ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ടേക്ക് നോക്കുന്നു? ഏയ്, അതൊന്നുമില്ല. സന്ധ്യയില്ലേ, എനിക്ക് വീട്ടിൽ പോവാൻ സമയം, അതാ. ഓ, അതായിരുന്നു. അപ്പോ അവസരം മുതലാക്കി എല്ലാരും കൂടെ ധാത്രിനെ അവിടെ നിറക്കി വിട്ടു. നീയോ? നീ എന്താ ഇവിടെ? കടയിൽ പോയിട്ട്? പോയി കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ അവന്റെ ഏതോ ഫ്രണ്ട്സ് വന്നപ്പോ അവരെല്ലാരും കൂടെ അമ്പലത്തിലോട്ട് പോയി. ഞാൻ പിന്നെ കുളിക്കാത്തോണ്ട് പോയില്ല. പിന്നെ വെറുതെ അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാ നിന്നെ കണ്ട. അല്ല, നീ എന്താ ഈ തന്നെ പിറുപിറുത്തോണ്ട് നടക്കുന്നേ? തന്നെ പിറുപിറുത്തോണ്ടോ? എടാ, ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് മെല്ലെ നടന്നു പോയിരുന്നു. അപ്പോഴാ നീ വന്നെ. ആഹാ, അപ്പൊ ആളെ കണ്ടോ? എന്നിട്ട് ആളവിടെ? അതല്ലേ എടാ, അവളിവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി? ആ, ബെസ്റ്റ്. എടാ, നീ ഹാലൂസിനേഷനും തുടങ്ങിയോ? എടാ അല്ലടാ, ഞങ്ങൾ ഒരുമിച്ചാ വന്നേ. അവള് സന്ധ്യയിലെ വീട്ടിൽ പോണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോ പോയി കാണും, എന്നാലും പറയാതെ. ആ, എന്തേലും ആട്ടെ, നീ നടക്ക്. എടാ അബി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ, ചോദിക്ക്. മറ്റേ നിനക്ക് ആ കഥ പറഞ്ഞിരുന്ന കൊച്ചില്ലേ, അവളുടെ പേരെന്താ? അവളുടെ വീട് എവിടെയാ? വീട് വീടെവിടെയാന്ന് എനിക്കറിയില്ല. ഇവിടെ അടുത്തെവിടെയോന്നാ പറഞ്ഞേ. പേര് ആമ്പൽ. ആമ്പലോ? എടാ, അതാ കുളമല്ലേ? എടാ, അവളുടെ പേരും ആമ്പൽ എന്നാ. എടാ, നിനക്ക് മറ്റേതാടാ, മണിച്ചിത്രത്താഴിലെ ശോഭനയ്ക്ക് വരുന്ന സൈക്കോസിസ്. ശോഭനയോ? സൈക്കോസിസോ? നീ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ അല്ലാണ്ട് വേറെ ആരും കാണാത്ത പെണ്ണിനെ നീ മാത്രം എവിടെ നിന്ന് കണ്ടെന്നാ? എടാ, ഇത് ഹാലൂസിനേഷൻ ആണ്. മണിച്ചിത്രത്താഴ് കണ്ടിട്ടില്ലേ? പുള്ളിക്കാരി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നാഗവല്ലിനെ ഇമാജിൻ ചെയ്തു. അതുപോലെ നീ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഏതോ ഒരു പെണ്ണിനെ ഇമാജിൻ ചെയ്തു. നീ എന്തൊക്കെയാടാ പറയുന്നേ? ഞാൻ ആരും ഇമാജിൻ ചെയ്തൊന്നുമല്ല, അവളോട് ഉണ്ടായിരുന്നതാ. നീ വന്നപ്പോ പെട്ടെന്ന് പോയി കളഞ്ഞു, അത്രേ ഉള്ളൂ. ആ, ഇമാജിൻ ചെയ്ത അല്ലെങ്കിൽ വല്ല പ്രേതമായിരിക്കും. നീ കേട്ടിട്ടില്ലേ, ഈ നാട്ടുമ്പുറത്തൊക്കെ എല്ലായിടത്തും ഉണ്ടാവൂടാ. പ്രേതമല്ല തേങ്ങയുമല്ല, നീ വന്നേ, കിടക്കാൻ നോക്കൂ.